ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വിഴിഞ്ഞത്ത് പോയി ലേലത്തിന് കുറച്ചധികം മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ഉഷാറായിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീനച്ചാറാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 മീനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഈ ഒരു സൈസിൽ 2 മീൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 2 മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് അതായത് ഈ ഒരു അളവിലുള്ള മീനാണ് ഞാൻ എടുത്തതെന്ന് കാണിക്കാനാണ് കേട്ടോ. 2 മീൻ മുഴുവനേ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി മാറ്റി ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് സൈസ് കൂട്ടി കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം 1.5 കിലോ അളവിലാണ് കേട്ടോ നമ്മുടെ ഈ മീനെല്ലാം ഉള്ളത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 സ്പൂൺ അളവിൽ ഇതുപോലെ 2 സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അളവിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. ആ ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മീനച്ചാറിന് ഈ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാകും. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി മീനച്ചാറിന് എപ്പോഴും അധികം നാൾ കേടാകാതെ സൂക്ഷിക്കും. അതിൻ്റെ പേരിൽ 1 സ്പൂൺ നിറയെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയിലേക്ക് ചേർക്കാം. കാരണം ഇനിയും നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം ഇത്രയും മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത ആ 1 സ്പൂണിന് 3 സ്പൂൺ നിറയെ ഉണ്ടാവും. അത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനച്ചാറിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കുറച്ച് ഉപ്പ് മതിയാവും. കാരണം നമ്മൾ ഗ്രേവിക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ ഈ മീനിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ ചൂരമീൻ കേട്ടോ, അതായത് കേരമീൻ എന്ന് പറയും, ചൂരയെന്ന് പറയും, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് കൂടുതലും ഞാൻ ഒരുപാട് അച്ചാർ പല മീനിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് കൂടുതൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ചൂരമീനിലാണ് തയ്യാറാക്കുമ്പോഴാണ്. ഇതിന് പകരം നമുക്ക് ചെറിയ നെത്തോലി മീനൊക്കെ ഉണ്ടല്ലോ, അതിൽ തയ്യാറാക്കാം, ചാളമീനിലൊക്കെ തയ്യാറാക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ നിന്നാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂരമീൻ്റെ സീസൺ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ മീനൊക്കെ വാങ്ങി അച്ചാറിടയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാസങ്ങളോളം നമുക്ക് കേടാകാതിരിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഒരുപാട് സമയമായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 30 മിനിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. സമയമുണ്ടെങ്കിൽ 30 മിനിറ്റ് വെച്ചിരിക്കാം കേട്ടോ. കൂടുതൽ സമയം വെക്കണ്ട. അത്രയും സമയം കൊണ്ട് ഈ മസാലയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ചതച്ചെടുത്ത് അതെല്ലാം നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതിങ്ങനെ ഒന്ന് വെക്കുകയാണ്. കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ. ഈ ഒരു സമയം വെറുതെ നിൽക്കാതെ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് നമ്മൾ മീനച്ചാർ തയ്യാറാക്കുന്ന കടായി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കടായിയൊക്കെ നല്ലതുപോലെ ചൂടായി വരട്ടെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കടായി എന്തിൻ്റെയാണെന്ന്. കാസ്റ്റേൻ്റെ കടായിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഈ പൈപ്പിൻ്റെ കാര്യം. എവിടെ നിന്നാണ് ഈ പൈപ്പ് മേടിച്ചതെന്ന്. പൈപ്പ് മേടിക്കുന്നതിന് മുന്നേ ഞാനൊരു കഥ പറയാം. അതായത് നമ്മൾ റെൻ്റ് ഹൗസാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ റെൻ്റ് ഹൗസ് ഇവിടുത്തെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അളവിലേ ഉള്ളൂ. ഇത്രയും അളവിൽ, അതായത് നല്ല താഴ്ചയിലാണ് ഈ കൗണ്ടർ ടോപ്പ് നിൽക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ആഹാരമൊക്കെ പാകം ചെയ്യുമ്പം ഒന്നുകിൽ ബാക്ക് പെയിൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ കാലിന് വേദന ഉണ്ടാവും, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. സാധാരണ ഈ ഒരു അളവിലായിരിക്കും കൗണ്ടർ ടോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീട്ടിലെന്തോ ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ദിവസം ഞാനിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അതായത് എപ്പോഴും നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയത്ത് ഇത് ഇത്രയും മാത്രമേ ഇവിടുത്തെ പൈപ്പുള്ളൂ കേട്ടോ. ഈ ഒരു അളവിൽ മാത്രമേ ഇവിടുത്തെ പൈപ്പുള്ളൂ. ഇത് ഓൾറെഡി ഇതിലുണ്ടായിരുന്ന പൈപ്പാണ് ഈ ഒരു അളവിൽ. അപ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞിന്നായിരിക്കും പാത്രം കഴിയുന്നത്. കുറേ ദിവസമായപ്പോൾ പ്രശ്നമായി. അതായത് ബാക്ക് പെയിൻ വന്ന് തുടങ്ങി, അതേപോലെ തന്നെ കാലിന് പ്രശ്നമായി. ആ ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞതാണ് ഇതുപോലെ നമ്മൾ കുനിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവണേന്ന്. മെയിനായിട്ട് ഞാൻ അപ്പോൾ കണ്ടുപിടിച്ചു ഈ ഒരു കാര്യം. ഞാനങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ആമസോണിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. നമുക്കിങ്ങനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഇത് പറ്റും. ഇത് സെപ്പറേറ്റ് ആണ്.
അതായത് ഈ ഒരു സംഭവം ഇതും സെപ്പറേറ്റ് ആണ്, ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ട്യൂബും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുപോലെ വെള്ളം വരും, പല ഒരു 3 ടൈപ്പിൽ വെള്ളം വരും കേട്ടോ. 3 സെറ്റിങ്സ് ആണ്. ഒന്ന് ഇങ്ങനെ വരും വെള്ളം, പിന്നെ വരുന്നത് ഇങ്ങനെയാണ്, എല്ലാറ്റിലും കൂടി വരും. പിന്നെ വരുന്ന 3ാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു സൗണ്ട് സൈഡിൽ നിന്ന് മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം വരും. ഇതിന് മുന്നേ ഞാൻ ഇത് വാങ്ങുന്നതിന് മുന്നേ ഇതിന് മുകളിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് നല്ലതുപോലെ ചീത്തയായി പോയപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കുകയും ഒടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ഹൈറ്റ് വന്നത് പിന്നെ എനിക്ക് പാത്രം കഴിയുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതായത് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണം എന്നില്ല, നമുക്ക് ഇങ്ങനെ നിന്ന് തന്നെ പാത്രം കഴുകാൻ പറ്റും. അതല്ല നമ്മളിങ്ങനെ അങ്ങനെ അരിയുന്നതൊക്കെ ഉണ്ടല്ലോ, അതായത് വെജിറ്റബിൾസ് ഒക്കെ അരിയുമ്പോൾ ഇച്ചിരി കുനിഞ്ഞ് എന്തിനാണ് ചെയ്യണത്, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടായി എല്ലാം ഇവിടെ നല്ലതുപോലെ ചൂടായി തിളച്ച് വന്നിട്ട് വിട്ടേട്ടെ. ഞാൻ ഈ കഥ ഇത്രയും പറഞ്ഞ സമയം കൊണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ തന്നെ, നമ്മൾ എപ്പോഴും അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിൽ തന്നെ ആയിരിക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ എണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാം. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ, നമ്മുടെ എണ്ണയെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. നമ്മളിപ്പോൾ ഈ മീൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മീൻ കഷ്ണങ്ങളെല്ലാം. അപ്പോൾ 2 or 3 സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, അതുപോലെ തന്നെ തീരെ കുറഞ്ഞ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് നമ്മൾ സാധാരണ മീൻ പൊരിക്കില്ലേ, ആ ഒരു രീതിക്കല്ല നമ്മുടെ അച്ചാറിന് എപ്പോഴും മീൻ പൊരിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് ഹാർഡാകണം. അതായത് ആ ഒരു പച്ചപ്പൊക്കെ, മീനിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. കാരണം നമ്മളിങ്ങനെ ഇത് മാസങ്ങളോളം കേടാകാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരിൽ എത്രത്തോളം നമ്മൾ നല്ലതുപോലെ ഹാർഡാക്കി എടുക്കുന്നത് അത്രയും നല്ലത്. എന്ന് വെച്ചിട്ട് ഒരുപാട് ഹാർഡാക്കരുത്, എങ്കിൽ പിന്നെ നമുക്ക് കടിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ മീൻ അച്ചാർ എടുത്ത് വയലേക്ക് ഇടുമ്പോഴത്തേക്കും കല്ലൂരടിക്കും, ആ ഒരു രീതി എടുക്കരുത്. ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടെക്സ്ചറുണ്ട്, ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ മീനച്ചാറിനെ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന വേറൊരു കമൻറ്റാണ് നമ്മുടെ സ്റ്റോറേജ് ബോക്സ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ നമ്മുടെ ഈ റവ എടുത്ത സ്റ്റോറേജ് ബോക്സിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറേ അധികം, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ, അതായത് പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ബൗളാണെന്നുണ്ടെങ്കിലും അല്ല ചെറിയ നമ്മുടെ കത്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലെണ്ണ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണേ. എള്ളെണ്ണയാണ് കറക്റ്റ്. അതായത് എള്ളിൽ നിന്നുണ്ടാകുന്ന എണ്ണയാണ് എള്ളെണ്ണ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്. ആ ഒരു എണ്ണയിൽ മാത്രമേ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ഇതല്ലാതെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കരുത്. കാരണം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാകും വെളിച്ചെണ്ണയ്ക്ക്, അതുണ്ടാവും. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊന്നും തയ്യാറാക്കരുത്, അതിൻ്റെ ടേസ്റ്റ് പാടേ മാറിപ്പോവും. എപ്പോഴും എള്ളെണ്ണയിൽ വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വറുത്തിങ്ങനെ വരുമ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇങ്ങനെ വേണം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം മുരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും മതിയാവും. നമുക്കിതെല്ലാം എടുക്കാം. ഇനി എണ്ണയിലിട്ട് ഒരുപാട് സമയത്ത് നമ്മളിത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഒരുപാട് ഹാർഡായി പോകാൻ വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യരുത്. അത് മാത്രം ആ മീൻ നമ്മൾ ഇങ്ങനെച്ചാർ തയ്യാറാക്കുമ്പോൾ അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് അതാണ്. മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാലക്കൂട്ടെല്ലാം അടിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇതുപോലെ, ഞാനിപ്പോൾ ഇതുപോലൊരു സ്പാച്ചിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ, എണ്ണയുടെ അടിയിൽ നിന്ന് ഇതുപോലെ മസാലകളൊക്കെ എടുക്കാനായിട്ട്. അതായത് നമ്മൾ ഇതിലിങ്ങനെ മസാലകളൊന്നും വരില്ലല്ലോ, മസാലയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സ്പാച്ചിലയിൽ നല്ല കറക്റ്റായിട്ട് മസാലയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനിൽ നിന്നല്ല. ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാൻ അതും ലിങ്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ എണ്ണയിലുള്ള ഈ കംപ്ലീറ്റ് മസാലയും എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഇടുന്ന മീൻ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഈ മസാലകളെല്ലാം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഏകദേശം മസാലകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ എണ്ണ എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്തേക്കണം കേട്ടോ. നമ്മൾ നേരത്തെ 300 ml അളവിലാണ് എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതേ രീതിക്ക് തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ.
ഇനി ഒരുപാട് സമയമിട്ട് നമ്മളതൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം വേവിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിലേക്ക് തന്നെ ഒരു 150 ഗ്രാം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം മീഡിയത്തിൽ വെച്ചിരുന്നാൽ കേട്ടോ, ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു പച്ച മണവും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങണം കേട്ടോ. അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു മൊരിഞ്ഞ് കിട്ടുന്ന സ്റ്റേജിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യം പോലെ ചേർക്കാവുന്നതാണ് കേട്ടോ. കുറഞ്ഞ അളവിലൊന്നും ചേർക്കണ്ട, നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഒട്ടും പിശുക്ക് വയ്ക്കേണ്ട കറിവേപ്പില ചേർക്കാനായിട്ട്. ഇനിയും കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്നിങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെക്കരുത്, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. പ്രത്യേകം പറയുകയാണ്, എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എരിവിനനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. നേരത്തെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഗ്രേവിയിലും കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ അച്ചാറിന് മെയിനായിട്ടുള്ള കായപ്പൊടിയും കൂടി ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ ചേർത്തിട്ടുണ്ട്. ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പ സമയം മാത്രം, ഒരു 30 സെക്കൻഡൊക്കെ മതിയാവും കേട്ടോ. നമ്മൾ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗറും കൂടിയാണ്. ഏകദേശം ഒരു 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വിനീഗർ ചേർക്കാം. വിനീഗർ ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് നാൾ നമ്മുടെ അച്ചാർ കേടാകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു അല്പം പുളി, നമ്മുടെ അച്ചാറിന് എപ്പോഴും ഒരു കുറച്ച് പുളി വേണം. ആ ഒരു പുളി നമ്മുടെ ഈ വിനാഗിരിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ അളവിൽ നന്നായിട്ടൊന്ന് ഞാൻ ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിനാഗിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വിനാഗിരി ഇല്ല നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നില്ലേ, ഈ ഒരു മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രേവി എല്ലാം ഈ മീനൊന്ന് വലിച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എല്ലാ ഗ്രേവിയും മീൻ വലിച്ചെടുക്കും. നല്ലതുപോലെ ഹാർഡായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു കുഴഞ്ഞൊരു മട്ടിലായിരിക്കും നമ്മുടെ ഈ അച്ചാർ കിട്ടുന്നത്. വീട്ടിൽ മീനച്ചാർ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതേപോലെ ചൂരമീൻ്റെ സീസണൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് പുറത്ത് വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിലുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ മീനച്ചാർ കൊടുത്തേക്കാൻ പറ്റും. ഒരുപാട് മാസങ്ങളോളം കെടാകാതെ ഇരിക്കും. ഏകദേശം 4-5 മാസത്തിൽ കൂടുതൽ നമുക്ക് ഈ മീനച്ചാർ വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്താൽ ഇരിക്കാം. ഫ്രിഡ്ജിലല്ല എന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്കിത് പുറത്തും വെക്കാവുന്നതാണ്. 2 മാസം ആയെങ്കിൽ കൂടി ഇത് കെട്ടൊന്നും പോകില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസമൊക്കെ നമുക്ക് സൂക്ഷിക്കാം. 5-6 മാസം ഇത് പോകില്ല. കാരണം 1 മാസം ആകുമ്പോഴത്തേക്കും തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. എപ്പോഴും അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു കടായി എടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മളിപ്പോൾ കുറഞ്ഞ അളവിൽ ഇതുപോലെ ഈ ഒരു അളവിലേക്കാണ് അച്ചാർ തയ്യാറാക്കുന്നതെങ്കിൽ ആ ഒരു വലുപ്പത്തിനുള്ള ഒരു കടായി എടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ഒന്ന് ഇതത്തിനുള്ള ആ ഒരു കടായി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. ആഹാ, എന്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അതുപോലെ കഴിക്കാൻ വളരെ രുചികരമാണ്. അപ്പോൾ ഇതുപോലെ ഒരു അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ട് തണുക്കണം. അതായത് ഇതിപ്പോൾ ഈ കടായിൽ തന്നെ നമ്മൾ വെച്ചിരിക്കാൻ പാടില്ല. കാരണം കടായിക്ക് അത്യാവശ്യം ചൂടുണ്ട്. പോയിട്ട് കാസ്റ്റേണിൻ്റെ കടായും കൂടിയാണ്. അപ്പോൾ അത് അടിക്കുന്ന മസാലയൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലേക്ക് മാറ്റണം. അതിലിരുന്ന് റൂം ടെമ്പറേച്ചറിലാകണം. അങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അടച്ച് വെക്കരുത്. അടച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ ഈ ആവി ഇതിലിങ്ങനെ കെട്ടി നിന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ഇറങ്ങും.
അപ്പോൾ അതിൻ്റെ പേരിൽ അടച്ചു വെക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്, എയർ ടൈറ്റ് ബോട്ടിൽ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് സൂക്ഷിക്കാം. പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ കൊടുത്തേക്കാം. ഇതുവരെ അച്ചാർ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് ഉടൻ തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് പ്രത്യേകം എടുത്തു പറയാം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതി രുചിയേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫുൾ രുചിയും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം നമ്മൾ ഇങ്ങനെ കടിച്ചു പിടിച്ച് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഒന്നുകിൽ ഒരു വ്ളോഗോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പി വീഡിയോ, വേറെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് തൊട്ടടുത്ത് തന്നെ, ഏറ്റവും അടുത്ത് തന്നെ കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ. എന്നാൽ ശരി, നമുക്ക് അടുത്ത് കാണാം. ബൈ ബൈ, ടാറ്റാ.